നിത്യവൃത്തിക്കായുള്ള വക കണ്ടെത്താനും പ്രാരാബ്ധങ്ങൾ ലഘൂകരിക്കാനുമായി വരുമാനം കണ്ടെത്താൻ തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തവർ നെടുവീർപ്പിടുന്നു. കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും പ്രദേശത്ത് കടുവ തമ്പടിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തതോടുകൂടി തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്നവർ ദുരിതം പേറുകയാണ്. മലയോര മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സജീവമായതും പുറമെ പുലി, കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയവയുടെ ആക്രമണങ്ങളും കാരണം പാട്ടത്തിനെടുത്ത തോട്ടങ്ങളിൽ നിർഭയമായി പോവാൻ കഴിയാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. മാത്രമല്ല, കടുവയെ പിടികൂടുന്നതുവരെ നാട്ടുകാർ പുറത്തിറങ്ങുന്നതിൽ ജാഗ്രത വേണമെന്ന വനംവകുപ്പിന്റെ മുന്നറിയിപ്പും കൂടിയായതോടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് തൊഴിലാളികൾക്കുള്ളത്. പണം കടമെടുത്തും സ്വർണം പണയപ്പെടുത്തിയുമെല്ലാമാണ് ചെറുകിട തോട്ടങ്ങൾ മിക്ക ആളുകളും പാട്ടത്തിനെടുത്തിരിക്കുന്നത്. മുൻകൂറായി നിശ്ചയിച്ച തുക നൽകിയ ശേഷമാണ് പാട്ടക്കരാർ ഉറപ്പിക്കുന്നത്. ബാക്കി വരുന്ന തുകയ്ക്ക് അവധി നിശ്ചയിക്കുകയുമാണ് ചെയ്യുന്നത്. മിക്കവർക്കും രണ്ടാംഘട്ട പണം നൽകേണ്ട സമയമായിട്ടുണ്ടെങ്കിലും പാട്ടത്തിനെടുത്ത തോട്ടങ്ങളിൽ നിന്ന് കാര്യമായ വരുമാനമൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. റബ്ബറാണ് കൂടുതൽ പേരും നിശ്ചിത കാലയളവിലേക്ക് പാട്ടത്തിനെടുക്കുന്നത്. റബ്ബർ ടാപ്പിംഗ് നടത്തിയാൽ മാത്രമേ ഇവർക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ പാട്ടത്തിനെടുത്ത റബ്ബർ ടാപ്പ് ചെയ്യുന്നതിനു വേണ്ടി പോയ ചോക്കാട് കല്ലാമുലയിലെ ഗഫൂറാണ് കടുവയുടെ ആക്രമണത്തിനിരയായി മരണപ്പെട്ടത്. തോട്ടം പാട്ടത്തിന് നൽകിയവരിൽ ഭൂരിഭാഗം പേരും വൻകിട മുതലാളിമാരല്ല. ജീവിതവൃത്തിക്കായി ഗൾഫിലും മറ്റും അധ്വാനിച്ച നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ വേണ്ടി മടങ്ങിയെത്തിയ സാധാരണക്കാരാണ് തോട്ടമുടമകളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ പാട്ടപ്പണം ഒഴിവാക്കി നൽകുക എന്നത് ഇവർക്കും കഴിയാത്ത കാര്യമാണ്. സർക്കാർ ഇത്തരക്കാരുടെ പ്രയാസങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് തോട്ടം തൊഴിലാളികൾ പരാതിപ്പെടുന്നു. റബ്ബറിന് പുറമെ തെങ്ങ്, കമുങ്ങ്, കൊക്കോ, ജാതി തുടങ്ങിയ വിളകളും പാട്ടത്തിനെടുക്കാറുണ്ട്. തോട്ടങ്ങൾ പാട്ടത്തിനെടുത്ത തൊഴിലാളികൾക്ക് നിശ്ചിത തുക നൽകാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, നിത്യവൃത്തി പോലും സാധ്യമാകാത്ത അവസ്ഥയിലാണ്. ദുരിതം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് വിവിധ തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.